കൃഷ്ണ കൂടി തുടരുന്നുണ്ട്. പ്രശാന്ത്, നോക്കൂ, ഇന്നലെ ആരോപണം ഉന്നയിച്ച മുൻ മാധ്യമ പ്രവർത്തകയായ ചലച്ചിത്ര താരത്തെ അവഹേളിക്കുന്നതും അസഭ്യം പറയുന്നതുമായ ധാരാളം ഫേസ്ബുക്ക് പോസ്റ്റുകൾ കോൺഗ്രസിന്റെ സൈബർ ടീം യഥാർത്ഥത്തിൽ വ്യക്തിഹത്യ നടത്തുകയായിരുന്നു. ഒരുപക്ഷെ മുൻപൊക്കെ മാനേജ് ചെയ്തതുപോലെ ഇത്തവണയും മാനേജ് ചെയ്യുമെന്ന് വിചാരിച്ചിരുന്നു. പിന്നെ ഒടുവിൽ രാജി അനിവാര്യമാക്കിയ ആ സമയ വഴികൾ എങ്ങനെയാണ്? അഭിലാഷ്, ഈ ആരോപണങ്ങളിൽ തോറ്റ് അടിപതറി നിൽക്കുന്ന രാഹുലിന് താൻ തോറ്റിട്ടില്ല എന്ന് വിളിച്ചു പറയാൻ വേണ്ടി നടത്തിയൊരു നാടകമാണ് നമുക്ക് ഈ വാർത്താ സമ്മേളനത്തിലെല്ലാം കണ്ടത്. അതായത് രാജി ഞാൻ പ്രഖ്യാപിക്കുകയാണ്, എന്നോട് ആരും ചോദിച്ചു വാങ്ങിയതല്ല, അതാണ് 1:30 ഞാൻ പ്രഖ്യാപിക്കുകയാണ് രാജി എന്ന് അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നത്. ഇതിന് കാരണം വലിയ തോതിലുള്ള ആരോപണങ്ങൾ രാഹുലിനെതിരെ ഇന്നലെ ഈ നടിയുടെ വെളിപ്പെടുത്തലിന് ശേഷം ഉണ്ടായി. അത് സ്ക്രീൻഷോട്ടുകളായി വന്നു, അത് പല ചാറ്റുകളായി പുറത്തു വന്നു. അതിനുശേഷം നേരത്തെ ഈ വാർത്താ സമ്മേളനത്തിൽ രാഹുൽ തന്നെ വിശദീകരിക്കാൻ പരിശ്രമിച്ച ഈ ഗർഭചിത്രം അടക്കമുള്ള വിഷയം, ഒരു മാധ്യമപ്രവർത്തകയുടേതായ രാഹുലുമായുള്ള സംഭാഷണം, ഇതെല്ലാം അതീവ ഗൗരവതരമായ വിഷയമാണ്. അതുകൊണ്ട് തന്നെയാണ് രാഹുലിന് അദ്ദേഹത്തിൻ്റെ ഗോഡ്ഫാദറായ VD സതീശന് പോലും രാഹുലിനെ സംരക്ഷിക്കാനോ ന്യായീകരിക്കാനോ കഴിയാത്ത സ്ഥിതി ഉണ്ടായത്. അപ്പോൾ അത്ര ഗൗരവതരമായ ആരോപണങ്ങൾ തന്നെയാണ് ഈ വാട്സപ്പ് ചാറ്റിലുള്ള, അതിലുപരി ഈ ഓഡിയോ സംഭാഷണത്തിലുള്ളത്. അത് പുറത്തു കളയാൻ കഴിയാത്തതും നമുക്ക് സംപ്രേഷണം ചെയ്യാൻ കഴിയാത്തതും അതിൻ്റെ ആധികാരികത സംബന്ധിച്ച പ്രശ്നങ്ങളുള്ളതുകൊണ്ട് തന്നെ ഏതായാലും അത്തരം ഗുരുതര ആരോപണം നേരിടുന്നതുകൊണ്ട് തന്നെയാണ് നേതൃത്വത്തിന് തള്ളിപ്പറയേണ്ടി വന്നത്. ഈ രാജി എന്ന ഘട്ടത്തിലേക്ക് എത്തുന്നതിന് വഴിയായ സാഹചര്യങ്ങളും അത് തന്നെയാണ്. തീർച്ചയായിട്ടും നമുക്ക്